ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യം. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവ സ്നേഹമില്ല. വളരെ വിഷമത്തോടുകൂടി ഈശോ ഒരു സത്യം തുറന്നു പറയതെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. പലപ്പോഴും വാക്കുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ദൈവത്തെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് ഒരിക്കലും ആരും പറയാറില്ല. എന്നാൽ ഈശോ പറയുന്ന സത്യം എന്താണ്? നിങ്ങളിൽ ഒരിക്കലും ദൈവസ്നേഹമില്ല. കാരണം കൂടെ എൻ്റെ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്? നിങ്ങൾ പരസ്പരം മഹത്വവും ബഹുമാനവും ആഗ്രഹിക്കുന്നവരാ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് പ്രശംസയും മഹത്വവുമാണ്. മനുഷ്യന്റെ പ്രശംസയും മഹത്വവും നീ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം നീ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു, ഈ ഭൂമിയെ സ്നേഹിക്കുന്നു, ഭൗതികമായ വസ്തുക്കളെ സ്നേഹിച്ച് സ്ഥാനമാനത്തിനും അംഗീകാരത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറുകയാണ്. നീ മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുവനും ഒരിക്കലും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല. നീ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെയും ലോകവസ്തുക്കളെയും വ്യക്തികളെയും ആത്മാർത്ഥമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് പറ്റണം. സ്വാർത്ഥത വെടിയാനായിട്ട് പറ്റണം. ഈ ലോക സുഖങ്ങളിൽ കീഴടങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളൊക്കെ എന്തിനാ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത്? എപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെ? ഭൗതികമായ ചില കാര്യങ്ങള് നേടിയെടുക്കാനായിട്ടാ. ജീവിതത്തില് ഒരു വിഷമമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ദൈവസന്നിധിയിലേക്ക് ഓടി വരും, ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ ആവശ്യങ്ങളിൽ തേടുന്ന ഒരു വ്യക്തി മാത്രമാണ് എൻ്റെ ദൈവം. അവിടെ ഒരിക്കലും ആത്മാർത്ഥമായ സ്നേഹമല്ല, മറിച്ച് സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാ. എൻ്റെ ആവശ്യങ്ങളില് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളിൽ ദൈവ സ്നേഹമില്ല. സ്നേഹമുള്ളവരെ, എൻ്റെ ദൈവം എന്നെ നോക്കി ഈ ഒരു വാക്ക് പറയുമോ? ഞാൻ എൻ്റെ ജീവിതത്തില് എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഈ ലോകത്തെയും ലോകമോഹങ്ങളോടുമുള്ള നമ്മുടെ ആഗ്രഹം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട്, നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.